ലെമീമോനെ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. നിങ്ങൾ വേൾഡ് കപ്പിൽ നമ്മൾ എന്തോ തൂക്കോന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. അത് നമ്മള് ഫൈനലൊക്കെ ആയോണ്ടേ നമ്മള് അപ്പൊ ജംഗ്ഷനിൽ ഇപ്പൊ മന്തിയൊക്കെ കഴിച്ചിട്ടാ വന്നതേ. വൈകുന്നേരം അല്ലായിരുന്ന കളി. അപ്പം എല്ലാവരും മന്തി കഴിച്ചതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടാനൊന്നും പറ്റിയില്ല. നമുക്ക് അടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ആർക്ക്. പിന്നെ ഫെർണാണ്ടസും പർദേശും ഒക്കെ കാലൊടിക്കാൻ വേണ്ടി അത് ഞാൻ പറഞ്ഞുതരാം മോനെ. അതെന്താ സംഭവം എന്നറിയോ? അത് ആക്ച്വലി നമ്മുടെ ഫെർണാണ്ടസിനും പർദേശിനും നമ്മള് കഴിച്ചപ്പോ ബ്രസ്റ്റ് പീസ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അതിന് അവന്മാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ അതാ തീർത്ത കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുതേ. നിങ്ങൾ തോറ്റിട്ടും നമ്മളെ തല്ലാൻ വരുമായിരുന്നു. നിങ്ങളിങ്ങനെ ഈ തോറ്റിട്ട് ഈ കണകുണ വർത്താനൊന്നും പറയണ്ടേ. അതെ, പിന്നെ നമ്മൾ എന്നാന്നറിയാം ഞാൻ പറയാം. നമ്മള് വേൾഡ് കപ്പ് വേണോ വേണ്ടോ എന്നുള്ള ചർച്ച അന്ന് ഉണ്ടായിരുന്നു. നമ്മള് ഭക്ഷണം കഴിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ തീരുമാനിച്ചു നമ്മൾ വേൾഡ് കപ്പ് വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം എല്ലാവരും കണ്ണു വെച്ച് തുടങ്ങിയായിരുന്നു അർജന്റീനേനെ. അപ്പം പ്രാവശ്യം കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം മേടിക്കാന്ന് വെച്ചാൽ കളി ഫുള്ള് നിങ്ങളുടെ ബോക്സ് നടന്നിട്ട് നാണമില്ലാത്ത വർത്താനം പറഞ്ഞത്. നിങ്ങൾ എന്തോ കോപ്പാ കാണിച്ചതിന്? അതെന്നാന്ന് പറയുമ്പോ എനിക്ക് ബോളൊന്നും കിട്ടിയില്ലായിരുന്നു. നിങ്ങൾ എന്നെ പരിപാടി കാണിച്ചു. നിങ്ങൾ ഒരു ബോളെങ്കിലും അടിക്കണ്ടായിരുന്നു. നമ്മുടെ പയ്യൻ ഗോളിക്ക് അവന്റെ പിന്നെ വേൾഡ് കപ്പ് സെലിബ്രേഷൻ നഷ്ടപ്പെട്ടു. അവൻ ഉറക്കം വന്നിട്ട് അവന് താങ്ങാൻ പറ്റാണ്ട് മുറി പോയി കിടന്ന് ഉറങ്ങി. ആലോചിച്ചോ.